ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. നമ്മുടെ ബാങ്കിങ് സെക്ടർ, അതായത് ഇൻഷുറൻസ് സെക്ടറിലൊക്കെ വരുന്ന പുതിയൊരു ജോബ് അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. NIACL അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. NIACL എന്ന് പറഞ്ഞാൽ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഇപ്പോൾ എന്താണ് അസിസ്റ്റന്റ് ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. 500 വാക്കൻസീസ് ആണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, അവർ റിലീസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 500 വാക്കൻസി റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പേർക്കും പറ്റിയ ഒരു അവസരമാണ്. നമ്മുടെ ഇൻഷുറൻസ് സെക്ടറിലാണ് ഈ ഒരു ജോബ് വരുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് വിൽ കമൻസ് ഓൺ 17 ഡിസംബർ 17 തൊട്ട് ജനുവരി 1 വരെയാണ് നിങ്ങളുടെ ടൈം ലൈൻ പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ടൈം ലൈൻ എന്ന് പറയുന്നത് ഡിസംബർ 17-നും ജനുവരി 1-നും ഇടയ്ക്കാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 40,000 പെർ മന്ത്, അപ്രോക്സിമേറ്റ്ലി 40,000 എന്നുള്ള രീതിയിലാണ്. പക്ഷേ വിത്ത് അതർ അലവൻസും കൂടെ വരുമ്പോൾ നല്ലൊരു സാലറി പാക്കേജ് ആയിരിക്കും ഏതിൽ വരുന്നത്, ഈ പറയുന്ന NIACL അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റിൽ വരുന്നത്. മാത്രമല്ല ഇതിൽ കരിയർ ഗ്രോത്ത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇതിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻഷുറൻസ് സെക്ടറിലൊക്കെ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതെന്താണ് നല്ലൊരു ചാൻസ് ആണ്. ഇനി അടുത്ത NIACLന്റെ അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് കൂടുതൽ പോസ്റ്റുകളെ പറ്റിയിട്ടും ഡീറ്റെയിൽസ് നമുക്കറിയാം. ഓർഗനൈസേഷൻ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആണ്. അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. 500 വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ്. ഗ്രാജുവേറ്റുകാർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലായിട്ടുള്ള ഒരു പോസ്റ്റിലാണ്. അസിസ്റ്റന്റ് പോസ്റ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ ഗ്രാജുവേറ്റ് ലെവൽ ഓഫ് പോസ്റ്റ് ആണ് വരുന്നത്. ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മിനിമം ഏജ് എന്ന് പറയുന്നത് 21 വയസ്സാണ് മിനിമം ഏജ്. മാക്സിമം 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഏജ് കാറ്റഗറി 21 വയസ്സ് തൊട്ട് 30 എന്ന് പറയുമ്പോൾ OBCക്ക് ആണെങ്കിൽ 33-ഉം OBCക്ക് 33-ഉം നമ്മുടെ SC ST കാറ്റഗറിക്ക് ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഡിഗ്രി ഉള്ള എത്രയാണ് 35 വയസ്സിലുള്ള SC ST കാറ്റഗറിക്ക് വരെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ശ്രദ്ധിക്കുക. ജനറൽ EWS OBC കാറ്റഗറിക്ക് 850 രൂപയാണ് ഫീസ് വരുന്നത്. 850 രൂപ OBC EWS ജനറൽ കാറ്റഗറിക്കും SC ST PWDക്കാർക്ക് 100 രൂപയുമാണ് വരുന്നത്. പ്ലസ് എന്താണ് GST ചാർജസ് ഉണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യേണ്ടത് ഇതിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരും കേട്ടോ. ഇനി അടുത്ത സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ എക്സാം എഴുതിയാലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. ഏതൊരു സെന്ററിലാണോ നിങ്ങൾ ഏത് സ്ഥലമാണോ വയ്ക്കുന്നത് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളയിലും വാക്കൻസി, ഇത് ഓൾ ഇന്ത്യ ലെവലിൽ വിളിക്കുന്നത് കൊണ്ട് തന്നെ കേരളയിലുണ്ട്, തമിഴ്നാട്, കർണാടക, എവിടെ വേണോ നിങ്ങൾക്ക് എന്ത് വരും, ജോബ് പോസ്റ്റിംഗ് വരും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു 3rd കാറ്റഗറൈസേഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ലാംഗ്വേജ്, ഇപ്പം നിങ്ങൾ തമിഴ്നാടാണ് വെച്ചതെങ്കിൽ നിങ്ങൾക്ക് തമിഴ് എന്ത് ചെയ്യേണ്ടി വരും, ഒരു ടെസ്റ്റ് കാണും. ആ തമിഴ് ക്വാളിഫൈ ആയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടൂ. ഇനി അടുത്ത പഞ്ചാബിലാണെങ്കിൽ പഞ്ചാബി, അതുപോലെ കർണാടക, തെലുങ്കു, അങ്ങനെയൊക്കെ ഉള്ള പ്രത്യേക സ്ഥലങ്ങളിലാണെങ്കിൽ അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് എന്ത് ചെയ്യണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതേസമയം നമ്മൾ കേരളയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മദർ ടങ് മലയാളമാണ്, നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റിൽ നമ്മൾ ക്വാളിഫൈ ആകും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. സാലറി 40,000 പെർ മന്ത് ആണ് അപ്രോക്സിമേറ്റ് പറയുന്നത്. ഏകദേശം 50,000 പ്ലസ് സാലറി നിങ്ങൾക്ക് എന്തായാലും 6 മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുക തന്നെ ചെയ്യും. ഇനി ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ www.newindia.co.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. www.newindia.co.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു. 17 ഡിസംബറിന് സ്റ്റാർട്ട് ചെയ്ത് 1 ജനുവരി വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. ജനുവരി 1 വരെ ടൈമുണ്ട്. പ്രിലിംസ് എക്സാം വരുന്നത് അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിൻസിൻ്റെയും ഡേറ്റ് അനൗൺസ് ചെയ്യും. എന്തായാലും അടുത്ത വർഷമാണ് ഇതെല്ലാം വരുന്നത്. നിങ്ങൾക്ക് ടൈമുണ്ട്, ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിക്കാനുള്ള ടൈമുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മളിവിടെ എടുത്ത് പറയുന്നത് എന്താണ്, ഗ്രാജുവേഷൻ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈവൻ അതൊരു ഇൻഷുറൻസ് കമ്പനി ആയിട്ട് പോലും നിങ്ങളുടെ അടുത്ത് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പോയിന്റ് ആണ് മെയിനായിട്ട് എടുത്ത് ചോദിക്കുന്നത്. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് കംപ്ലീറ്റഡ് ദെയർ ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ equivalent are eligible for NIACL assistant notification 2024. Aspirants should possess the knowledge of regional language. ഇതും നിങ്ങൾ എന്താണ് മസ്റ്റ് ആയിരിക്കണം. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയിട്ട് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ക്വാളിഫൈ ആവാതിരുന്നാൽ അത് എന്താണ് ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റേറ്റിന്റെ വേക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഈവൻ
ഹിന്ദിയൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുംബൈ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്താലും തെറ്റില്ല. ഓക്കെ, അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി അടുത്ത ഇതിന്റെ എക്സാം പാറ്റേൺ കൃത്യമായി മനസ്സിലാക്കുക. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയണം, റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, ന്യൂമറിക്കൽ എബിലിറ്റി, മാത്സ് ചെയ്യണം. 30, 35 വീതമാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്സ്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്സ് ആണ്. 1/4 ആണ് നെഗറ്റീവ്. 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് നെഗറ്റീവ് ആയിട്ട് വരും. അപ്പോൾ 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ, 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. 1/4 ആണ് നെഗറ്റീവ്. 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. 0.25 എന്ന രീതിയിലാണ് നെഗറ്റീവ് വരുന്നത് കേട്ടോ. ആ ഒരു രീതിയിലാണ് ഓരോ സെക്ഷൻ എഴുതാനും നിങ്ങൾക്ക് 20 മിനിറ്റ് വീതം തന്നിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ 1 അവർ ടൈമാണ് നിങ്ങൾക്ക് ഈ 3 സെക്ഷൻ അറ്റൻഡ് ചെയ്യാനുള്ളത്. അത് അത്യാവശ്യം നമുക്ക് ടൈം ഉണ്ടെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നല്ലൊരു ടൈം ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിനനുസരിച്ച് ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതൊക്കെ. ഇനി അടുത്ത NIAC അസിസ്റ്റന്റ് 2024 മെയിൻസ് എക്സാമിന്റെ ഡേറ്റ്. കാരണം അടുത്തടുത്താണ് ഇതൊക്കെ എല്ലാ വർഷങ്ങളും വിളിക്കുന്ന എക്സാം ആണ്. ഇത്രയും വാക്കൻസി ആണെങ്കിൽ പോലും NIACയിൽ കഴിഞ്ഞ പ്രീവിയസ് ഇയറും വിളിച്ചിരുന്നു. 2024 തുടക്കത്തിൽ തന്നെ വിളിച്ച ഒരു എക്സാമിനേഷൻ ആണ്. അതുപോലെ ഇപ്പോഴും എന്താണ് വീണ്ടും വിളിച്ചിട്ടുണ്ട്. അതായത് ഇതൊക്കെ ഇങ്ങനത്തെയുള്ള എക്സാംസ് എല്ലാ വർഷവും വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു വർഷമെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, ജോയിൻ ആവാൻ പറ്റൂ എന്നുള്ളൊരു കാര്യമാണ്. ഗ്രാജുവേഷൻ ആണ് അതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചാൻസും ഉണ്ട്. മാക്സിമം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനാണ്. 100-ന് ഏകദേശം ഒരു 80+ എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 80 എന്ന് പറഞ്ഞൊരു മാർക്ക് വെച്ചാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ജോബിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. മെയിൻസിൽ വരുന്നത് ഇംഗ്ലീഷ് ഉണ്ട്, റീസണിങ് ഉണ്ട്, മാത്സ് ഉണ്ട്, ജനറൽ അവയർനെസ്. അവിടെ GK വരുന്നുള്ളൂ. മെയിൻസിലാണ് GKയും കമ്പ്യൂട്ടറും കയറി വരുന്നത്. അതുവരെ GKയുടെ കാര്യം നിങ്ങൾ നോക്കേണ്ട കാര്യമല്ല. അപ്പോൾ ആദ്യം ഈ 3 സബ്ജക്ട്സ് നിങ്ങൾ ഓൾറെഡി സെറ്റാണ്. നിങ്ങളിപ്പോൾ SSC RRBയിലൊക്കെ പഠിക്കുന്നതാണെങ്കിൽ ഓൾറെഡി സെറ്റായവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ചാൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾ ഇതിൻ്റെയൊക്കെ മോക്കുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. 40 ക്വസ്റ്റ്യൻസ് 50 മാർക്ക് എന്ന രീതിയിലാണ് വരുന്നത്. 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്, അങ്ങനെ 200 ക്വസ്റ്റ്യൻ 250 മാർക്ക് എന്ന രീതിയിലാണ് വരുന്നത്. ഏകദേശം 200 മാർക്സോളം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിങ്ങും നിങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എക്സാം പാറ്റേൺ വരുന്നത്. നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. പ്രിലിംസ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. മെയിൻസ് അത്യാവശ്യം സബ്ജക്ട്സുകളുണ്ട്. അത് അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കും. ഏകദേശം ഒരു 2 to 3 months ഇടവേളയിൽ തന്നെയായിരിക്കും പ്രിലിംസും മെയിൻസും നടക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അതിന് വേണ്ടിയായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് NIACL എന്ന് പറയുന്ന ഈ എക്സാമിനേഷൻ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്ന കരിയർ ഗ്രോത്തും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്റേണൽ പ്രൊമോഷൻ എക്സാമിനേഷൻസ് നടത്താറുണ്ട്. നിങ്ങളിപ്പോൾ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തുണ്ട്, AO പോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിലാക്കി മാറാം. പിന്നെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് മാറാം. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് മാനേജർ ആവാം, സീനിയർ മാനേജർ ആവാം, ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് ആവാം. അങ്ങനെ ഡയറക്ടർ വരെ എത്തുന്ന പോസ്റ്റാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന NIACL വരുന്ന ഈ അസിസ്റ്റന്റ് പോസ്റ്റ്. 500 വാക്കൻസിയിൽ നിങ്ങൾ ഒരാളായിട്ട് അസിസ്റ്റന്റ് ആയിട്ട് കയറുകയാണെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ കരിയർ ഗ്രോത്ത് ആണ് ഈ കാണിക്കുന്നത്. പ്രൊമോഷൻ എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും. 6 months ഓഫ് സർവീസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ 6 മാസത്തിന്റെ സർവീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള എക്സാംസിന് വേണ്ടി അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, ദിസ് കരിയർ പ്രോഗ്രഷൻ അലോസ് ഇൻഡിവിജ്വൽസ് ടു അഡ്വാൻസ് ദ ഹയർ ലെവൽസ്. നിങ്ങളുടെ ഹയർ ലെവലിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അസിസ്റ്റന്റിൽ തുടങ്ങി ഡയറക്ടർ വരെ എത്താനുള്ള ഒരു ചാൻസ് ആണ് നിങ്ങൾക്ക് ഇതുവഴി തുറന്നു കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ ബാങ്കിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ്. അത് അങ്ങനെ തന്നെ കണ്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇതിൻ്റെ PDF നമ്മൾ എന്ത് ചെയ്യാം, കമൻറ്റ് സെക്ഷനിൽ തന്നിരിക്കാം. അതിൽ കയറി കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിൽ നോക്കുക. ഇനി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ www.newindia.co.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ തന്നെ റിക്രൂട്ട്മെൻറ്റ് സൈറ്റ് ഉണ്ട് കേട്ടോ. അതിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കൃത്യമായി മനസ്സിലാക്കി ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എക്സാമൊക്കെ എഴുതി എന്ത് ചെയ്യുക, ഇത്രയും 850 ആണ് നിങ്ങൾക്ക് റുപ്പീസ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെൻഡ് ചെയ്യേണ്ട മണി എന്ന് പറയുന്നത്. അപ്പോൾ അത് വാല്യുബിൾ ആണ് അത്രയും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ രീതിയിലും മനസ്സിലാക്കിയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.